മാനസിക സംഘർഷത്തിൽ നിർത്തുന്ന ഒരു പടമാണ്. അത് തുടക്കം മുതൽ കാടിൻ്റെ ഭംഗി, കാടിൻ്റെ തീവ്രത, കാടിൻ്റെ ഇതെല്ലാം ദുരൂഹത ഇതെല്ലാം വച്ചുകൊണ്ട് കാട്ടി ഷൂട്ട് ചെയ്ത് നമ്മൾ നല്ല നിലാവുള്ള രാത്രിയൊക്കെ പോലെ ഒരു പടങ്ങൾ അതേപോലത്തെ ഇതേ കാറ്റഗറിയിൽ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അടിപൊളി, ഭയങ്കര ഭയങ്കര അടിപൊളിയാണ്, കാണണം. നന്നായിരിക്കുന്നു, നല്ല പടം, നല്ല അടിപൊളിയാണ്, നല്ല വെൽ ക്രാഫ്റ്റഡ് മൂവി, നല്ല പടം, ഇഷ്ടപ്പെട്ടോ? നല്ലൊരു ചിത്രം, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ പറയുന്ന ഒരു ദുരൂഹത നിറഞ്ഞ ഒരു ചിത്രം. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ. ഷൈൻ ടോമൊക്കെ സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും വളരെ മനോഹരമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ക്യാരക്ടറിലൊന്ന് തന്നെയാണ് ഷൈൻ ടോം ചാക്കോൻ്റെ കഥാപാത്രം. അതുപോലെ കതിറായാലും സുധി കോപ്പ ആയാലും ഹക്കീം ഷാ ആയാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ ത്രില്ലറാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു മൂല്യങ്ങളെ എടുത്ത് കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചിത്രം, നല്ല ത്രില്ലിംഗ് ഒക്കെ നിറഞ്ഞിട്ടുള്ള എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന. തീർച്ചയായിട്ടും MC ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം വികൃതിയുടെ ഡയറക്ടറാണ്. വികൃതി നമ്മളെ വിസ്മയിപ്പിച്ച ഒരു ചിത്രം തന്നെയാണ്. ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ, ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം. നല്ല 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 പടമാണ്. സീനൊക്കെ കൊള്ളായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നല്ല പടം, ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. മീശ അതിനകത്തുള്ള പുള്ളിക്കാരൻ്റെ മീശ തന്നെയാണ് അതിനകത്ത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഷൈൻഡോൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു പടമാണ്. കുടുംബമായിട്ടൊന്നും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഒട്ടും ലാഗിങ് ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു മടുപ്പില്ലാതെ കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. വളരെ നല്ല പടമാണ്, ത്രില്ലടിപ്പിച്ച് നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നെട്ടിച്ചു. നല്ല ഉഗ്രം പെർഫോമൻസ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയണ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. പക്ഷെ അത് ത്രില്ലർ മൂമെൻറ്റ്സും എല്ലാം ഉണ്ട്. അത് ആദ്യം മുതൽ എൻ്റെ വരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയൊക്കെയാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാനും എല്ലാതരം ഓഡിയൻസിനും കാണാം. പക്ഷേ കൂടുതലും ആ ത്രില്ലിംഗ് ജോണറാണ് കൂടുതലും അധികമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സായിട്ട് എല്ലാവർക്കും വന്ന് കാണാം. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കഥയും കൂടെയുണ്ട്. പിന്നെ എനിക്ക് ഭാഗം ചെയ്യാൻ പറ്റിയതിന് അതിന് മേക്കിംഗ് വളരെ നല്ലായിരുന്നു കേട്ടോ. മേക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. എല്ലാ സീനും അതിൻ്റെ മേക്കിംഗ് പ്രത്യേക രസമുണ്ടായിരുന്നു. കണ്ടില്ല പടം നൈസായിരുന്നു. നമ്മൾ കാട്ടിൽ നിൽക്കണ ഒരു ഫീല്, ലൈക്ക് ആ ഒരു ഭയങ്കര സിനിമാറ്റോഗ്രാഫി ആയാലും കളറിംഗ് ആയാലും മ്യൂസിക് ആയാലും അടിപൊളിയായിരുന്നു. സെറ്റ് പടം കിട്ടു. സൈൻ ടോം കതിർ അടിപൊളിയായിരുന്നു, ഹക്കീം അടിപൊളിയായിരുന്നു, സുധിച്ചേട്ടനും അടിപൊളിയായിരുന്നു. ഒരു ത്രില്ലർ ആണ്. എല്ലാവർക്കും അടിപൊളി സിനിമാറ്റോഗ്രാഫിയാണ്, കളറിംഗ് അടിപൊളിയായിരുന്നു. ഡെഫിനറ്റ്ലി കാടിന്റെ ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വരണം. ആ ഫാമിലി ആയിട്ടിരുന്ന കാടാണ്, കടലും കാടും എന്ന് പറയില്ലേ, തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം, എന്നാലും അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മൃഗങ്ങളുടെ കുറച്ച് പോർഷനൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. ശരിക്കും കാടിൻ്റെ ഒരു തണുപ്പും കാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി രക്ഷയില്ല, സൗണ്ട് ഡിസൈൻ അതായത് ഹക്കീം സുധിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. ഓൾറെഡി എല്ലാവരും സൗഹൃദത്തിൻ്റെയും കാടാണ്. ശരിക്കും തിയേറ്ററിൽ വന്നിരുന്ന് തന്നെ കാണണം. OTT പോലെ തിയേറ്ററിൽ തന്നെ കാണും. സെക്കൻഡ് ഹാഫ് ആണ്, ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പക്ഷേ നമ്മൾ പിടിച്ചോടെ ഇരുത്തും. കുറച്ച് നേരം സൈലൻ്റായി പോകും.